ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയൊരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. കുട്ടികളുടെ ഉടുപ്പിലാണ് ചെയ്യാൻ നല്ലത്. അപ്പോൾ അധികം വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കും ഇടാൻ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിനാകെ ഞാൻ ഇതുപോലുള്ള ഒരു മിറർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലുള്ള കുട്ടികളുടെ പട്ടുപാവാടയ്ക്കൊക്കെ ചെയ്യുന്നതിനായിരിക്കും നല്ലത്. ഇതുപോലൊരു മിറർ എടുത്തിട്ടുണ്ട്. ഈ മിററും പിന്നെ ഇതിന് മിറർ ഒട്ടിക്കാനുള്ള ഫാബ്രിക് ഗ്ലൂ, പിന്നെ നമ്മൾ കുറച്ച് ബീഡ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ബീഡ്സ് ഇതുപോലുള്ള ഹാഫ് ബീഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹാഫ് ബീഡ്സ് ഇല്ല, ഫുൾ ബീഡായാലും മതി. ഇതുപോലെ നമുക്ക് പാക്കറ്റിൽ ഇതുപോലെ ബീഡ്സ് വാങ്ങാൻ കിട്ടും. ഇതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇത് ഹാഫ് ബീഡ്സ് ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ 20 രൂപയൊക്കെയാണ്. ഈ ഇത്രയും സ്ട്രിങ്സിന് 20 രൂപയൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് എല്ലാ ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ മിറർ ഇതിൽ നമുക്ക് ഫിക്സ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. അത് കുറച്ച് സമയം എടുക്കും. ഫിക്സ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എവിടെയാണ് എന്നുള്ളത്, നമ്മൾ ചെസ്റ്റ് പോർഷനാണോ എവിടെയാണ് ചെയ്യുന്നത്, അത് ആദ്യം മാർക്ക് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം എടുക്കും കഴിയുമ്പോൾ ഉണങ്ങിയിട്ട് നമുക്ക് ഇതിന് ബോർഡറായിട്ട് നമ്മൾ കുറച്ച് ത്രെഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്ന നോക്കാം. ആരി വർക്കല്ല നമ്മൾ ചെയ്യുന്നത്, സാധാരണ നീഡിൽ കൊണ്ട് തന്നെ നമ്മൾ ഇതിന് ചുറ്റും ബോർഡർ കൊടുക്കും. അത് നമുക്ക് കാണാം. ഇത് ഉണങ്ങുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ചുറ്റുമുള്ള ത്രെഡ് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലുള്ള നൂലാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലുള്ള ഗോൾഡൻ കളറിലെ നൂല് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതാണ് ഇതിന് ചുറ്റും ഞാൻ ത്രെഡ് വർക്ക് ചെയ്യാൻ വാങ്ങുന്നത്. ഇതല്ല, നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഇതുപോലുള്ള എംബ്രോയിഡറി ത്രെഡ് ഉണ്ടല്ലോ, സാധാരണ എംബ്രോയിഡറി ത്രെഡ് ഉപയോഗിച്ചിട്ട്, അതും ഏത് കളറിലും കിട്ടുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇതിന് ഗോൾഡൻ കളറിൽ നൂലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സൂചിയിലേക്ക് കോർത്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഒത്തിരി കോർത്തെടുക്കേണ്ട. അങ്ങനെ ആകുമ്പോഴേക്കും ഇത് നൂല് കയറി കുരുങ്ങും. നമുക്ക് കുറേശ്ശെ ചെയ്തിട്ട് കൂടെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അടിയിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ട് വീണ്ടും ജോയിൻ ചെയ്ത് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അധികം നൂല് കുരുങ്ങത്തില്ല. ഇത് നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു സൈഡിൽ നിന്ന് താഴ്ന്ന് സൂചി എടുക്കാം. എന്നിട്ട് നമ്മളിത് ചെയ്യുന്നത് ഇതുപോലെ എവിടെയാണ് എത്ര വീതിക്കാണ് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ മിററിന് അതിനനുസരിച്ചിട്ട് ഇതുപോലെ സൂചി താഴേക്ക് ഇറക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. ഇതിങ്ങ് ഇനി ചെയ്യുന്ന അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇതിന് തൊട്ടടുത്ത് എടുത്തിട്ട് തൊട്ടപ്പുറത്തായിട്ട് വേണം കുത്താൻ. അങ്ങനെ എടുക്കുമ്പോഴാണ് ആ ഒരു ക്രോസ് ചെയ്യുന്ന ആര്യ വർക്ക് പോലെ വരുന്നത്. അപ്പോൾ അതുപോലെ ബാക്കി അടുപ്പിച്ചായിട്ട് നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ആദ്യം അറ്റത്തുനിന്ന് കുത്തിയിട്ട് ചെയ്യുന്ന ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടുന്ന് കുത്തിയെടുത്ത് ഇവിടേക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് കുത്തി ഇവിടെയും റൈറ്റ് സൈഡിൽ തന്നെ കുത്തണം. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ആ ഒരു ആരി വർക്ക് എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫില്ലാവുന്നവരെ നമുക്കിങ്ങനെ കുത്തിയെടുത്ത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാം.
ഇനി നമുക്ക് ഇവിടെ നൂല് തീർന്നിട്ടുണ്ട്. അപ്പോൾ നൂല് ബാക്കിയും കൂടെ ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരു സൈഡിലേക്കായിട്ട് ഇങ്ങനെ കൊടുക്കണം. ഇവിടുന്ന് ഞാൻ എടുത്ത് ഇപ്പോൾ ഇവിടേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗം കൂടി ഇതുപോലെ കവറായി കിട്ടും. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഈ ത്രെഡ് അല്ലാണ്ട് നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അത് കാണുമ്പോൾ മനസ്സിലാവും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇത് ഇത്രയ്ക്കും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ത്രെഡ് എംബ്രോയ്ഡറി ആകുമ്പോൾ കുറച്ചുകൂടെ കാണാൻ പറ്റും. അത് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡീറ്റെയിൽ വീഡിയോ ഉടനെ തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് ഓൾറെഡി ഒരു ബോർഡർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വളരെ തിക്നെസ് കുറച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് എന്ത് തിക്നെസ്സിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്യുമ്പോൾ വളരെ തിക്നെസ് കുറച്ച് ചെയ്താൽ മതി. ഒരു ബോർഡർ വേണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ബീഡ്സ് കൊണ്ടുള്ള ഡിസൈൻ ചെയ്യാം. ബീഡ്സ് കൊണ്ടുള്ള ഡിസൈൻ നമ്മൾ ഇതിന് ഈ ഒരു സർക്കിളിന് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ വെക്കേണ്ടത് വെച്ചിട്ട് നമ്മളൊരു സർക്കിളായിട്ടാണ് ഈ ബീഡ്സ് വെക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എവിടെയാണ് വരേണ്ടതെന്ന്. അപ്പോൾ ഇതുപോലെ ക്ലോക്കിനൊക്കെ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ അളവൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ 2 എണ്ണം കൊടുത്തു, ഇവിടെ 2 എണ്ണം കൊടുത്തു, ഇവിടെ 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 ഇത്രയാകുമ്പോൾ ഒരു കറക്റ്റ് സർക്കിളിൽ. ഇനി അടുത്ത ബീഡ് കൊടുക്കേണ്ടത് ഈ 2-നും ഇടയ്ക്കായിട്ട് ഇവിടെ ഒരെണ്ണം, ഇവിടെ നടുക്കായിട്ട് ഒരെണ്ണം, ഇവിടെ ഇത് 2-നും ഇടയ്ക്കായിട്ട്. അപ്പോഴും അതും ഒരു സർക്കിൾ ഫോം ചെയ്യും. അപ്പോൾ പിന്നെ അടുത്തതും അതുപോലെ ഇത് 2-നും ഇടയ്ക്കായിട്ട് ഇവിടെ ഒരെണ്ണം. ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്കത് ബീഡ്സ് കൊരുക്കാം. സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതുപോലുള്ള ഹാഫ് ബീഡ്സ് നമുക്ക് വെച്ച് കൊടുക്കാം. അടുത്തതും അതുപോലെ അടുത്ത നൂലും ഇത് ചെയ്ത് കൊടുക്കാം. ഇവിടെ തന്നെ നോട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് പക്ഷേ ഒത്തിരി പണിയാവും. അപ്പോൾ നമുക്ക് ഇത് തന്നെ ചെയ്യാം. ഇപ്പോൾ ലൈനിങ് ഒക്കെ ഇട്ട് വയ്ക്കുന്ന ഡ്രസ്സാണെങ്കിൽ പിന്നെ ഈ ത്രെഡൊന്നും കാണത്തുമില്ല, അങ്ങനെ പൊട്ടിപ്പോകാൻ ചാൻസ് കുറവാണ്.
ഇതാണ് ഇതിൻ്റെ ഒരു ഫിനിഷ്ഡ് ലുക്ക്. ഇതിപ്പോൾ ബീഡ്സ് വർക്ക് എല്ലാം ചെയ്ത് ഇതാണ് ഫിനിഷ്ഡ് ലുക്ക്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ബീഡ്സ് വെച്ച് കൊടുക്കുകയോ ചുറ്റും അങ്ങനെ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വർക്ക്. ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.